അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്യാപ്കട്ട് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്ടോ. ഇതിലൂടെ നമുക്ക് ഏഹ്, കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം എങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ആപ്പ് വരുന്നത്, ക്യാപ്കട്ട് ഈ ഒരു ആപ്പ്. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് എന്ത് വേണം? ഇവിടെ VPN ഇൻസ്റ്റാൾ ചെയ്യണം. VPN ഇൻസ്റ്റാൾ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ആപ്പ് ശരിക്കും ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ബാൻ ചെയ്തതല്ല. ഇന്ത്യയിൽ ഈ ഒരു കമ്പനി ഈ സർവീസ് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ വേറെ രാജ്യത്താണെന്ന് അവര് ഏഹ്, വേറെ രാജ്യത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ VPN ഉപയോഗിക്കുന്നത്. VPN അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ടെർബോ VPN എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ആഡ് എല്ലാം വരും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഡ് പോവും. ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കണക്റ്റ് എന്നുള്ളൊരു കാര്യം കാണാം. ടാപ്പ് ടു കണക്ട്. അപ്പൊ അതിൽ ആ ഒരു ക്യാരറ്റിന്റെ ഐക്കൺ ഉള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. കണക്റ്റ് ആയി. വീണ്ടും ഇതിലെല്ലാം ഭയങ്കര ആഡും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് നോക്കിയാൽ അറിയാൻ പറ്റും ഏത് കുറെ രാജ്യങ്ങൾ ത്രൂ ആണ് ഇത് കണക്ട് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ കണ്ടോ, ഇവിടെ കുറെ രാജ്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ രാജ്യത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാനിപ്പോ ഇവിടെ സിംഗപ്പൂർ എന്നാണ് പറഞ്ഞത്. അപ്പൊ എപ്പോഴും സിംഗപ്പൂർ ആക്കാൻ നോക്കുക. മിക്കവാറും ഇവിടെ ഉണ്ടാവുക US ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് മാറ്റിയിട്ട് സിംഗപ്പൂർ ആയി കൊടുക്കുക. സിംഗപ്പൂർ ആകുമ്പോൾ നമുക്ക് ഈസിലി ആയിട്ട് അവൈലബിൾ ആവും. അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ കണക്ട് ഉണ്ടോ, ഈ ഒരു സെക്കൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. കണക്ട് ആയതിന്റെ ഡ്യൂറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ സംഭവം നമ്മൾ എന്ത് ചെയ്യണം, മിനിമൈസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യാം. ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ അതിന്റെ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പ്രൊജക്റ്റ് വരും. ന്യൂ പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മള് നമ്മളെ ഫോണിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വീഡിയോസ് എടുക്കാം. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് 2 വീഡിയോ 3 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ വന്നു. ഓക്കെ, ആ വീഡിയോകൾ ഇവിടെ വന്നു. അപ്പൊ അതിന്റെ ഏഹ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ സോറി, ഇവിടെ ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആയിട്ടും പിന്നെ മിനിമൈസ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് വരുന്ന സംഗതികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പോ ഇതില് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ ഒരു വീഡിയോ ഇപ്പൊ നമുക്ക് ഉം, ഓരോ ഈ വീഡിയോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ വരും. ഓക്കെ, പൊതുവെ ഇപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്ന കാര്യം എഡിറ്റ് എന്നുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് ആ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ ഇവിടെ കുറെ കാര്യങ്ങൾ കാണാം. ഇപ്പോ സ്പ്ലിറ്റ് ചെയ്യാൻ, ഇപ്പൊ ഒരു വീഡിയോ എന്താണ് ഇതിന്റെ ഒരു എവിടെയെങ്കിലും നമുക്കിപ്പോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ കട്ടായി കണ്ടോ. പിന്നെ അതുപോലെ ഇതിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ സ്പീഡ് നമുക്ക് കുറക്കണം അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ സ്പീഡ് കൂട്ടാനും കുറക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. നോർമലി 1x എന്നുള്ള രൂപത്തിലായിരിക്കും എല്ലാ വീഡിയോസിലും സ്പീഡ് ഉണ്ടാവുക. അതിൽ ഇപ്പൊ കർവ് പോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇതുപോലെ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു രൂപത്തിലൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം എടുത്തിട്ട് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഇതില് ഇങ്ങനെ ഇതായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പല ആപ്പിലും ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഇതിപ്പോ ഒരു സ്റ്റാൻഡേർഡ് നല്ല രൂപത്തിലായി. ഇനി അത് ഓക്കെ കൊടുക്കുക. ഇത് ബാക്കിലേക്ക് വരിക. ഇനി അതല്ല ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അനിമേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം കൊടുക്കണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഞാൻ ഈ ഒരു ഇതിന്റെ മുന്നിൽ ഇതുപോലൊരു ഇത് കൊടുക്കണം കണ്ടോ, ആ ഒരു ക്ലിപ്പ് ഇതുപോലെ ആയിട്ട് വരണം എന്നുള്ളതായിട്ട്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, പിന്നെ അതിന്റെ ഒരു ട്രൈ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മള് ഏഹ്, ഈ സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇത് ഫോട്ടോ ഒക്കെയാണ് അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ.
സോറി. പിന്നെ നമുക്ക് പൊതുവായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് അനിമേഷൻ, സ്റ്റൈല്, ഇപ്പോൾ അതെല്ലാം ഇത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംഭവം, പിന്നെ ഇതിന്റെ വോളിയം കുറയ്ക്കണോ കൂട്ടണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ. സാധാരണ ഇപ്പോൾ 100 എന്നുള്ളതിലാണ് ഉണ്ടാവുക. ഓക്കെ. പിന്നെ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന്റെ ഈ ഒരു സംഭവം നമുക്ക് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് നിൽക്കുന്ന ഒരു ഇതുവരെ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ അതിന്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിലൊക്കെ അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇതിപ്പോ നമ്മൾ 9:60 എന്നുള്ള രൂപത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അതല്ല, ഈ ഒരു വീഡിയോന്റെ ഇവിടുന്ന് മിററിങ് ചെയ്യണം. ഇപ്പൊ കണ്ടത് ഇപ്പോ ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന രൂപത്തിലായി ഉണ്ടോ. അപ്പോൾ അങ്ങനെ മിററിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് എഡിറ്റിലാണ് സംഭവം വരുന്നത്. ഓക്കെ. പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന അങ്ങനെ. ഓക്കെ. അപ്പോൾ ബാക്കിലേക്ക് പോവാം. പിന്നെ അതിൽ ഇപ്പോൾ കട്ട് ഔട്ട് ഈ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ അത്ര ഇതായിട്ട് വരുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം. ഈ ഒരു ക്ലിപ്പ് ഇതിൽ ഞാനിപ്പോൾ കട്ട് ഔട്ട് കൊടുക്കണം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയി. അതായത് നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ എൻ്റെ ഒരു ബാക്കിൽ ഒരു സംഭവം ഇതായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല ഇതുപോലുള്ളൊരു സോളിഡ് സ്ട്രോക്ക് ഇതൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ലൈന് പോലെയൊക്കെ വരുന്ന രൂപത്തിൽ. ഓക്കെ. ഓക്കെ. അപ്പോൾ അങ്ങനെ നടത്താം. ഇനി അതല്ല നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിലൊക്കെ ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ്. ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗ്രീൻസ് എന്നുള്ള രൂപത്തിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ക്രോമാ കീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഓവർലേ, ഇപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ ഇപ്പൊ അതായത് ഇപ്പോ ഇത് കണ്ടോ, ഞാനിപ്പോ ഇത് ഓവർലേ അടിച്ചു നോക്കുമ്പോൾ ഈ ഒരു ക്ലിപ്പ് താഴേക്ക് വന്നു, മറ്റ് ക്ലിപ്പുകൾ മുകളിലേക്ക് പോയി. ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ തിരിച്ചത് ഇതാക്കിയിട്ടുണ്ട്. ഇനി അതല്ല നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ക്ലിപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും പിക്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ലെയർ എന്നുള്ള രൂപത്തിൽ എടുത്താൽ മതി. പിന്നെ ഇതല്ല, ഇതിലിപ്പോ കുറേ സംഭവങ്ങൾ ഇതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഫിൽറ്റേഴ്സ് കണ്ടോ. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോന്റെ ജസ്റ്റ് കളർ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടോ, ഒരു സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയട്ടെ അതിന്റെ ഒരു പ്രോപ്പർട്ടി മാറുന്നത്. ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നണ്ണ് ഇതായിട്ട് കൊടുക്കുക. ആ ഒരു നാച്ചുറൽ നമ്മൾ എടുത്ത അതേപോലെ തന്നെ ഇതായിട്ട് വരും. പിന്നെ ഇപ്പൊ നമ്മള് മാസ്ക്, നമുക്കൊരു ഏരിയ എന്താണ് മാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ ഇത് കൊടുത്താണ്. അപ്പൊ അതൊരു ഒരു മങ്ങിയൊരു രൂപത്തിൽ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ വേറൊരു വീഡിയോ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇതായിട്ട് വരും. ഓക്കെ. നിങ്ങൾ പല വീഡിയോയിലും ഇതുപോലെ ഉള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എക്സ്ട്രാ അതിന്റെ താഴെ ഒരു വീഡിയോ കൂടി വരുന്ന രൂപത്തിൽ ചെയ്യാന്നുള്ളത്. പിന്നെ ഇത് റീപ്ലേസ്, ഇപ്പൊ നമുക്ക് വേറൊരു വീഡിയോ വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു വീഡിയോ ഓൾറെഡി ഉള്ള വീഡിയോക്ക് പകരം ഒരു സംഭവം കൊടുക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അത്രയൊരു ഇതല്ല. ഇപ്പൊ ഇത് റിവേഴ്സ് ചെയ്യാൻ, അതായത് ഇപ്പൊ മറ്റേത് സാധാരണ ഇപ്പൊ നമ്മള് പ്ലേ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പ്ലേ ചെയ്ത രൂപത്തിൽ റിവേഴ്സ് കൊടുക്കുന്നു. അത് അത്ര ഒരു ആവശ്യമുള്ളൊരു സംഭവം ഒന്നല്ല. പിന്നെ ഫ്രീസ് ചെയ്യാൻ ഇപ്പൊ ഈ ഒരു ഏരിയ ഇപ്പൊ നമ്മള് ഉണ്ടോ ഒന്നും പ്ലേ ആവാതെ അങ്ങനെ നിന്നിട്ട് ബാക്കി സമയത്ത് ഈ ഇതില്
ഫ്രീ പ്ലേ ചെയ്യാൻ. പിന്നെ നമുക്കതിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് എഫക്റ്റ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വോയിസിന്റെ ആ ഒരു സംസാരിക്കുന്ന വോയിസിന്റെ ഒരു എഫക്റ്റ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ഓക്കെ. അതിലൊരു ആളുടെ വോയിസിന്റെ ഒരു ഇത് ഒന്ന് മാറി ആ ഒരു വോയിസിന് തന്നെ ഇപ്പൊ നമുക്ക് അതിന്റെ റെഡ്യൂസ് നോയിസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലൊക്കെ അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയിസ് ഒക്കെ ഒഴിവാക്കിയിട്ട് തരും എന്നുള്ളത്. അത്ര അധികമൊന്നും ഇല്ല, എന്നാലും ചെറിയ രൂപത്തിലൊക്കെ നമുക്ക് നോയിസ് ഒഴിവാക്കി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എഡിറ്റിൽ ഇതായിട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒപ്പം ഇപ്പൊ ഒരു ഒരു വീഡിയോ ഒരു ഓഡിയോ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യണം. അപ്പൊ സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ സൗണ്ടുകൾ, ഓരോ ഇതിനനുസരിച്ചിട്ടുള്ള സൗണ്ട് എന്താ പറയാ, ഓരോ ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ടുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങളൊക്കെ പിന്നെ ഫോണിൽ എന്തെങ്കിലും ഓഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇതിപ്പോ കണ്ടോ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുറച്ച് ഓഡിയോസ് ഇവിടെ വന്നതാണ്. അത് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ആവശ്യമാണെങ്കിൽ ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ അമർത്താം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ടിക്ടോക്കിന്റെ ഓഡിയോ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ. പക്ഷേ ടിക്ടോക്ക് നമുക്കിവിടെ അവൈലബിൾ അല്ലാത്ത കാരണം ഇതില്ല. പിന്നെ ഇപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും കണ്ടോ ഒരു ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും സൗണ്ട് എഫക്റ്റ്, അങ്ങനത്തെ ഓരോ ക്ലിപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ വരുന്ന സംഭവങ്ങൾ. ഔട്ട്ഡോർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ ഒരു പിന്നെ ഓഡിയോയിലുണ്ട്. പിന്നെ അതുപോലെ റെക്കോർഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇപ്പൊ ഈ ഒരു വോയിസ് ബട്ടൺ, മൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ നമ്മൾ പറയുക. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ഓഡിയോ റെക്കോർഡ് ആവുകയും ചെയ്യും, വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇത് എക്സ്ട്രാക്റ്റഡ് എന്നുള്ള കണ്ട് അതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് വോയിസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഭവമാണ് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് കൊടുക്കുന്നത്, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിന്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് കൊടുക്കണം, എന്തെങ്കിലും എഴുതിയിട്ടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ. അപ്പൊ ഇത് നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഞാനിപ്പോ ഇത് ഒരു മലയാളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. കണ്ടോ, അപ്പോൾ ആ മലയാളം കൊടുക്കുമ്പോൾ എന്താണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മലയാളം വരുന്നില്ല. ഇവിടെ കുറെ ഫോണ്ടുകൾ ഉണ്ട്. അപ്പൊ ഞാൻ മലയാളം കൊടുക്കാൻ ശ്രമിച്ചു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഫോണ്ടിൽ വരിക, ഇവിടെ ഒരു ആഡ് ഫോണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫോണ്ട് ആഡ് ചെയ്യാം. ഇത് നമ്മൾ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഫോണ്ട് നേരത്തെ പല ഇതിലും കാണിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചെയ്ത ഫോണ്ടുകൾ ഉണ്ടോ, ഇതുണ്ട്. ഒരു ഫോൾഡറിൽ ഞാൻ ഫോണ്ട് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഒരു ഫോണ്ട് ആഡ് ചെയ്തു, ഓൾറെഡി ഉണ്ട് അത്. ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഇതായിട്ട് വരും. ഉണ്ടോ, ഓരോ ഇതിനനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്ത് നോക്കുക നമുക്ക് ഏതാണ് ഫോണ്ട് ആവശ്യമുള്ളത്. ആഡ് ഫോണ്ടാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ യൂണിക്കോഡ് ഫോണ്ടും ഉണ്ട്, FML ഫോണ്ടും ഉണ്ട്. യൂണിക്കോഡ് ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഇതായിരിക്കും. FML ഫോണ്ടിൽ നമുക്ക് ഒന്നുകൂടി പിന്നെ മാറ്റം വരുത്തേണ്ട, FML ഫോർമാറ്റിലേക്ക് മാറ്റണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇതിന്റെ സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതുപോലെ ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിലാണ് പിന്നെയുള്ള കാര്യങ്ങൾ.
അപ്പൊ അതിന് ഷാഡോയോ, ബോൾഡ്, ഇറ്റാലിക് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ എഫക്റ്റുകൾ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇതുണ്ട്. എഫക്റ്റുകൾ കൊടുക്കാൻ ഇനിയിപ്പോൾ അതല്ല എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഈ അനിമേഷനൊക്കെ ഇതിൽ വരും. ഒരു ഈ രൂപത്തിലായിരിക്കും ആ ഒരു ഏഹ്, സംഭവം പ്ലേ ആവുക. ഉണ്ടോ? അങ്ങനെ അനിമേഷനോട് കൂടിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ സംഭവത്തിൽ നല്ലൊരു കാര്യമാണ് എഫക്റ്റുകൾ പറഞ്ഞല്ലോ. ബബിൾ ബബിൾ പിന്നെ അത്ര ഒരു അതല്ല, നമുക്ക് എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇത് കൊടുക്കണമെന്നുണ്ടല്ലേ, പക്ഷെ അതിൽ ഇപ്പൊ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പോ ഈ ഒരു സംഭവത്തിൽ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിന്റെ സ്ട്രോക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോ ക്യാൻവാസ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആ കോർണർ ഇതായി കൊടുക്കുക. കോർണർ കൊടുത്തു കഴിഞ്ഞാൽ കോർണർ മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു റൗണ്ട് കോർണറിൽ നിന്ന് മാറിയിട്ട് സ്ക്വയർ എന്നുള്ള രൂപത്തിലായി. ഓക്കെ. അപ്പോൾ അങ്ങനെയുണ്ട്. അതല്ല ഇതിന്റെ സ്പേസിംഗ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ആ രൂപത്തിലുണ്ട്. പിന്നെ അതിന്റെ സൈസ് കാര്യങ്ങൾ അങ്ങനെ ക്യാരക്ടർ സ്പേസിങ് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത്, ടെക്സ്റ്റ് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആഡ് ടെക്സ്റ്റ് കൊടുത്താൽ മതി. പിന്നെ ഓവർലേ, ഇപ്പോൾ നമുക്ക് ഇതിലെന്തെങ്കിലും ഒരു രൂപത്തിൽ വേറൊരു ക്ലിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് ഇതിന്റെ മുകളിലായിട്ട് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. എവിടെയാണ് ഇപ്പോൾ പ്ലേസ് ചെയ്യേണ്ടത്, ഇപ്പോൾ സപ്പോസ് ഏത് സമയത്താണ് ആ ഒരു ക്ലിപ്പ് കാണിക്കേണ്ടത്, അതിനനുസരിച്ച് നമുക്കിവിടെ മൂവ് ചെയ്യാനും ഇതിനെല്ലാം ഓപ്ഷൻ ഉണ്ട്. പിന്നെ എഫക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ വീഡിയോക്ക് എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സപ്പോസ് ഇവിടെ കുറേ എഫക്റ്റുകൾ കാണിക്കും. കണ്ടോ? ഇപ്പോൾ ഈ ഒരു സംഭവം ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ പോയി കഴിഞ്ഞാൽ ഡയമണ്ട് സൂം ഉണ്ടോ? ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഡിലീറ്റ് ചെയ്യണം. ഇവിടെ വീഡിയോ എഫക്റ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഓപ്പണിംഗ് ക്ലോസ് ഈ ഒരു സംഭവത്തിൽ എടുത്തു. ഒരു ഫസ്റ്റ് വരുമ്പോൾ ഒരു വീഡിയോ വരുമ്പോൾ എന്താണ്, ഒരു ബ്ലർ ആയിട്ടുള്ള രൂപത്തിലായി. ഉണ്ടോ? അതൊരു ചെറിയൊരു ട്രെൻഡിങ് ഇതാണ് ഇപ്പോൾ, പക്ഷെ കുറെ ആളുകൾ തീരെ ചെയ്യാറില്ല. അങ്ങനെ പല രൂപത്തിലുള്ള എഫക്റ്റുകൾ ഇവിടെ ഇതായിട്ടുണ്ട്. ഈ രൂപത്തിൽ ഇതൊക്കെ സൂം ചെയ്യുന്ന രൂപത്തിലൊക്കെ. പിന്നെ ഇപ്പോ ഇത് എന്റെ കണ്ണിന്നൊരു തീ പാറുന്ന രൂപം ഉണ്ടോ? ഒരു കോമഡി ഒരു ഇത് എന്നുള്ള രൂപത്തിലൊക്കെ വേണമെങ്കിൽ കൊടുക്കും. അപ്പൊ ഇതൊരു ഇലക്ട്രോ ബോർഡ് ഉണ്ടോ? പിന്നെ ഇപ്പൊ ഒന്ന് നമ്മുടെ ഒരു ചുറ്റും ഒരു റിങ്, ലൈറ്റ് റിങ് ഒക്കെ വരുന്ന രൂപത്തിൽ ഉണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ആപ്പിലൂടെ ചെയ്യാൻ പറ്റും. നമ്മളെ ഒരു പിന്നെന്താ പറയാ, എഡിറ്റിംഗ് ആ ഒരു
താല്പര്യം കൂടി നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇതാവുന്നത്. അപ്പോൾ എഫക്റ്റുകൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇതിപ്പോൾ നമുക്ക് ഇതിവിടെ എങ്ങോട്ട് എത്ര വേണമെന്നുള്ളതൊക്കെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ലാസ്റ്റ് വരെയും കിട്ടും. ഇവിടെ കൊണ്ട് ലാസ്റ്റ് ഒരു ക്ലിപ്പ് ഉണ്ടാവും ട്ടോ. ഒരു എൻഡിങ് എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലാണ്ട് നിങ്ങൾ ആ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കാണും. പിന്നെ ഇവിടെ കണ്ടോ ഒരു കവർ എന്നുള്ള രൂപത്തിൽ ഇതിന്റെ വോളിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യപ്പോൾ ഇവിടെ ഇതായിട്ട് വരിക. ഏതാണോ വീഡിയോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വോളിയം എന്നുള്ള ഇത് അത് കൂട്ടിയോ കുറയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിൽ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതെല്ലാം മൊത്തം മ്യൂട്ട് ആക്കണം. നിങ്ങൾക്ക് വേറൊരു വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ മൊത്തം മ്യൂട്ട് ആക്കിയിടുക. പിന്നെ ഇവിടെ ഓഡിയോയിൽ വരിക റെക്കോർഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ നമ്മൾ പറയുന്ന റെക്കോർഡ് ഇപ്പോൾ നമ്മൾ ചില ഈ വ്ളോഗേഴ്സിന്റെ അല്ലെങ്കിൽ ഇവരൊക്കെ വീഡിയോ ഉണ്ടല്ലോ അവർ ജസ്റ്റ് യാത്ര ചെയ്യുന്ന പോകുമ്പോൾ ആ വിഷ്വൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അവർ കഥ പറയുന്ന രൂപത്തിൽ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ടേക്കാണ് പിന്നെ തരിക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു വിഷ്വൽ ശരിക്ക് നമുക്ക് ഓർഡർ പ്രകാരം ഇടണം ഇവിടെ. എന്നിട്ട് അതിൽ വേണ്ടാത്ത കട്ട് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ലാസ്റ്റാണ് വോയിസ് കൊടുത്തിട്ട് ആ ഒരു വിഷ്വൽ ഇതിങ്ങനെ കാണുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. കണ്ടോ, ഞാനിപ്പോ ഇന്നൊരു സ്കൂൾ ഗ്രൗണ്ടിലാണ്. അവിടെ കുറെ പൂക്കളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് കുറെ ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു എന്നുള്ള രൂപത്തിലൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കവറാണ്. അപ്പൊ നമുക്ക് ഇത് ഏഹ് എവിടെ ആവശ്യിച്ചാലും നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കവർ ഇമേജ് വേണം, അല്ലെങ്കിൽ ഒരു തമ്പനെയിൽ ഇമേജ് ഒക്കെ. അപ്പൊ ആ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലിപ്പോ നമുക്ക് ഒന്നുകിൽ ഈ ഒരു വീഡിയോ എന്നുള്ളൊരു ഇമേജ് എടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ കൂടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോ സ്കൂൾ മലയാളം അല്ലെങ്കിൽ എന്താ പറയാ ഇംഗ്ലീഷ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മലയാളം ആണെങ്കിൽ ആ ഒരു ഫോണ്ട് ഇതായി കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് കൊടുക്കുക. ഓക്കെ, അപ്പോ ഇവിടെ ഇതിന്റെ സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ ഈ ഒരു ഇമേജ് ആണ് ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ ടെംപ്ലേറ്റ് എന്നുള്ള രൂപത്തിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റും. ഫാഷൻ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലൊക്കെ ആയിട്ട്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഇതാക്കി എടുക്കണം. ഞാൻ ഇപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം. അപ്പോൾ ആ രൂപത്തിലേക്ക് പിന്നെ കവർ കണ്ടോ, ഈ രൂപത്തിലാകും പിന്നെ കവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒരു കവറും കൂടി സേവ് ആവും. പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ഇതായിട്ട് വന്നു. പിന്നെ ഇപ്പോൾ ഓവർലേ ഞാൻ പറഞ്ഞു, റേഷ്യോ, പിന്നെ ഇതിന്റെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ, വീഡിയോന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ഇതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്കിപ്പോ എന്താ പറയാ, ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഉള്ളത്. ഇപ്പോൾ എഡിറ്റിലൊക്കെ കംപ്ലീറ്റ് പറഞ്ഞു. അത്യാവശ്യം ഒരു ആവറേജ് രൂപത്തിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സംഭവമായത്. പിന്നെ ഇപ്പൊ ഈ ഇതിലുണ്ട്, ഇപ്പൊ നമുക്കിപ്പോ ഇവിടെ ഒരു വീഡിയോ നിന്ന് മറ്റു വീഡിയോക്ക് പോകുമ്പോൾ ഉള്ളൊരു ട്രാൻസിഷൻ ആണ് പിന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോന്റെ മുകളിൽ ഈ ഒരു ട്രാൻസിഷന്റെ ഒരു ഗ്യാപ്പ് സ്പേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറെ ട്രാൻസിഷനിൽ കാണിക്കൊണ്ടോ, ട്രാൻസിഷനിൽ കുറെ വന്നിട്ടുണ്ട്. ലൈറ്റിംഗ് ഇഫക്ട്സ്, ക്യാമറ, ബ്ലർ. ഇപ്പൊ ഈ ലൈറ്റ് ഇഫക്ട്സ് ഇതിപ്പോ നിങ്ങളെ മിക്ക വീഡിയോയിലും കാണുന്നതാവും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്കെ കൊടുത്താൽ ഇത് എത്ര സെക്കൻഡ് വേണമെന്നുള്ളതൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് കൊടുത്തു. ഇപ്പൊ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ടോ. അങ്ങനെ ഇവിടെ ഞാൻ ഈ ഒരു ട്രാൻസിഷൻ വേറെ എന്തെങ്കിലും കൊടുക്കണം. ഈ ഒരു ബ്ലാക്ക് ഫെയ്ഡ് എന്നുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു, പ്ലേ ചെയ്തു. ഉണ്ടോ, അത് ഈ ഒരു വീഡിയോ ഇതുപോലെ ആയത് കാരണം അത് ശരിക്കും നമുക്ക് അറിയാൻ കഴിയില്ല. ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇതിനിവിടെ ഒരു ട്രാൻസിഷൻ കൊടുക്കണം. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ
ഈ രൂപത്തിൽ കൊടുക്കുക ഉള്ളിൻ എന്നുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഇത് മൊത്തം പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അത് ഒരു ട്രാൻസിഷൻ വന്നു, ഇവിടെ ഈ ഒരു ട്രാൻസിഷൻ വന്നു. ഇങ്ങനെ ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്ന നേരം ഇതുപോലെ ഒരു ഓവർലേ കൊടുക്കുക. ഓവർലേ കൊടുക്കുക എങ്ങനെ വെച്ചാൽ ഓവർലേയിൽ നമ്മളെ നമ്പറൊക്കെ ഇപ്പോൾ ക്യാൻവയിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഇമേജ് കൊടുന്ന് വെച്ചാൽ ഇപ്പം നമ്പർ നമ്മൾ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഫോട്ടോസ് എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ ഞാൻ ചെയ്യുന്നത്. കാണുന്നില്ല. കുറച്ച് താഴെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ എത്ര ക്വാളിറ്റിയിലാണ് ആ ഒരു വീഡിയോ വേണ്ടത്, എത്ര റെസൊല്യൂഷനിലാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രെയിം റേറ്റോ അല്ലെങ്കിൽ കോഡ് റേറ്റ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത് എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ബട്ടൺ ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെനു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇതിന്റെ പെർസെൻറ്റേജ് ഇത് കാണിക്കും. ഇത് 100 ആകുന്നത് വരേക്കും നിൽക്കുക. ഒരിക്കലും മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ആപ്പിലേക്ക് പോവുകയൊന്നും ചെയ്യരുത്. കാരണം ഇത് സ്ക്രീനിൽ അല്ലെങ്കിൽ ഇത് ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് സേവ് ആവുള്ളൂ. അപ്പൊ അത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ അത് 100% ആയി കഴിഞ്ഞാൽ എന്തായി, അത് സേവ് ആയി. ഡണ്ണ് കൊടുക്കുക. നമുക്ക് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കാം. ഗാലറിയിൽ ഈ ഒരു വീഡിയോ ഉണ്ടോ, ഇത് വന്നിട്ടുണ്ട് നമ്മൾ ചെയ്ത ഒരു രൂപത്തിലൊക്കെ. കാരണം ഇപ്പൊ മറ്റുള്ള ആപ്പുകളിലുള്ള ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു CapCutൽ പക്ഷെ ഇത് നമുക്ക് യൂസ് ചെയ്യാനാണ് കുറച്ച് ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്ത കാരണം അത് ഉപയോഗിക്കാനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇത് കിട്ടാന് അപ്പോൾ അതാണ് അത്രയാണ് CapCutൽ വരുന്നത്. പിന്നെ നമുക്ക് CapCutൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2-3 വീഡിയോ ഒക്കെ ഞാനിപ്പോ എന്താണ് ഒരു ഈ ഒരു വീഡിയോ ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ റേഷ്യോ ഇത് മാറ്റിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചത്. ഇതിപ്പോ ഇത് കണ്ടോ, ഇത് ഇതുപോലുള്ള 3 വീഡിയോ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമ്മൾ താഴെ 3 വീഡിയോസ് ഇങ്ങനെ പ്ലേ ആവുന്നത്. അപ്പോൾ അതുപോലെ എങ്ങനെ ചെയ്യുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യാണ്, സെൻട്രൽ വെച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ 2 ലൈൻ വന്നത് സെൻട്രലാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ മുകളിലും താഴെ 2 വീഡിയോക്കുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ വരിക, ഈ ഒരു ഇതിൽ വന്നിട്ട് ഓവർലേ ആഡ് ഓവർലേ കൊടുക്കുക. എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വീഡിയോ വന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ഇവിടെ ഫിറ്റ് ആയി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ഇത് കൂടി, ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ഓവർലേയും കൂടി വേണം. അപ്പോൾ എന്താണ്, ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ പ്ലേസ് ചെയ്യുന്നത്.
ജസ്റ്റ് ഓവർലേ എന്നുള്ള ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 3 ഇത് ചെയ്യാനാണ് ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിക്സ് ആയിട്ടുള്ള സ്പേസ് ഉള്ളത്. ഇനി അതല്ല ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് ഇട്ട് കൊടുക്കുകയാണ് അവിടെ. എന്തെങ്കിലും ഒരു ഇമേജ്. ഈ ഒരു ഇമേജ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് വരും. ഇപ്പോൾ ഇതെല്ലാം ചെറിയ രൂപത്തിൽ മതിയുണ്ടെങ്കിൽ അതിന്റെ സ്പേസ് കുറച്ചിട്ടൊക്കെ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അതിന്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനും ആ വീഡിയോ ആ ഒരു സംഭവത്തിന്റെ ലെങ്ത് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് ഈ ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ 3 വീഡിയോ ഇങ്ങനെ ഇതായിട്ട് ചെയ്യുന്നത്. ഇത് നല്ലൊരു സംഭവമാണ്. കാരണം നമുക്ക് ഒറ്റ സിംഗിൾ ഫ്രെയിമിലൂടെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ വിഷ്വൽസ് ആളുകൾക്ക് കാണിക്കാൻ പറ്റും. ഉണ്ടോ? ഒരാള് പറയുന്നു, രണ്ടാള് അല്ലെങ്കിൽ 2 വിഷ്വൽസ് കാണിക്കുന്നു. അങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ബി റോൾ എന്നുള്ള രൂപത്തിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ചെയ്യാം, ഇത് പഠിക്കുക. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടാൻ പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇതെല്ലാം ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ വന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, എവിടെ വേണമെന്നുള്ളത് പ്ലേസ് ചെയ്തു. അതല്ല അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഫോണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, അത് എത്ര നേരം വേണം അല്ലെങ്കിൽ എത്ര ഡ്യൂറേഷൻ വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക. ഇനിയിപ്പോൾ വോയിസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സംഭവം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ സംഭവം പുതിയൊരു വീഡിയോ ആയിട്ട് വരും, പുതിയൊരു ഫയലായിട്ട് എക്സ്പോർട്ട് ആവും. വരിക, ഡൺ കൊടുക്കുക. നമ്മളെ ഗാലറി എടുത്ത് നോക്കുക. ഗാലറി എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഇപ്പം ഞാൻ കൊടുത്ത ടെക്സ്റ്റ് ഇതാ, പിന്നെ ആ ഒരു 3 വീഡിയോസ് ഇതാ വന്നിട്ടുള്ളത്. ഇത് എങ്ങനെ വേണമെന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ കണ്ടോ ഇത് ഇതിന്റെ ഇടയിലൂടെ ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ ഇതായിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, നല്ലൊരു വിഷ്വൽ ആയിക്കോ, നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരാൾ പ്രസന്റ് ചെയ്യുന്നതും വേറെ അതിന്റെ വിഷ്വൽസ് താഴെ മുകളിൽ കൊടുക്കുന്ന രൂപത്തിലൊക്കെ. ഇനി അതല്ല ഇപ്പോൾ കുറച്ചുകൂടി വലിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പകുതി എന്താണ് ഇതിന്റെ പകുതി ആ വീഡിയോ പകുതി ഈ വീഡിയോ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ പിന്നെ റേഷ്യോയിലുണ്ടല്ലോ. പല സ്ഥലങ്ങളിലും പല രൂപത്തിലായിരിക്കും പറയാം. ചിലയിടത്ത് സൈസ് എന്ന് പറയുന്നുണ്ട്, ചിലയിടത്ത് ക്യാൻവാസ് എന്ന് പറയും. ഇതിപ്പോൾ 9:60 എന്നുള്ള ഇതിലായിട്ടാണ്. പിന്നെ ഇവിടെ 4:3 ഉണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു സൈസിൽ മാറി. 2 എണ്ണം ഏകദേശം വെക്കാൻ പറ്റുന്ന രൂപത്തിലായി. ഇതാകുമ്പോൾ പിന്നെ 1 എന്നുള്ള രൂപത്തിലായി. ഇതും ആ ഒരു 2 എണ്ണം എന്നുള്ള ഇതിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഏതാണോ വേണ്ടത്, ഏതാണോ സെലക്ട് ചെയ്യേണ്ടതൊക്കെ മാറ്റിയിട്ടും മറിച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ചെയ്ത് പഠിക്കുക. ഇതിൽ ഇഷ്ടംപോലെ നമുക്ക് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നിങ്ങളെ പ്രൊഡക്റ്റും നിങ്ങളെ സർവീസും ആളുകൾക്ക് ഇതിലൂടെ തന്നെ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കുക. എന്നിട്ട് പിന്നെ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.